അനിമോള് ആദിലയോടും നെവിനോടും പറയണേ, ഞാൻ അക്ബറിനോട് ചെന്നിട്ട് മാപ്പ് പറയട്ടെ, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ അക്ബറിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചെന്ന് പറയട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ആദിലായി നെവിനും പറയണം, ആ നല്ല കാര്യമാണ് പോയി പറയുമെന്ന് പറയുന്നത്. അങ്ങനെ അനിമോള് അക്ബറിൻ്റെ അടുത്ത് ചെല്ലുവാണ്. അപ്പോൾ അക്ബർ വായും പൊളിച്ചിരിക്കുന്നു, അനിമോൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തിനെന്ന് ഓർത്ത്. അപ്പം അനിമോള് പറയാണ്, അക്ബറെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ബാ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. അപ്പോൾ അക്ബർ പറഞ്ഞു, ഞാൻ പുറത്ത് വരാൻ നിൻ്റെ കാമുകനാ ഞാൻ വരത്തില്ല എന്ന് പറയുന്നു. അപ്പം അനിമോള് ആദിലെ നൂറയെ നോക്കിയിട്ട് നെവിനോടൊക്കെ പറയാണ്, ഓ ഇതൊരു നടയ്ക്ക് പോകത്തില്ല, വരുന്നില്ലെന്ന് പറയുന്നത്. അപ്പം നെവിൻ പറയുന്നത്, ബാ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്, ഞാൻ അവനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്നും പറഞ്ഞ് നെവിൻ അനിമോളെയും പിടിച്ച് അക്ബറിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അക്ബർ ചോദിക്കുന്നത്, എന്താ കാര്യം പറ എന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞ്, ഉടനെ അനിമോൾ അക്ബറിൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞ്, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഒന്നും മനസ്സിൽ വെക്കരുത്, നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണം, എല്ലാം ഇവിടെ തന്നെ ഇട്ട് നമ്മൾ പുറത്ത് പോയാലും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നും കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്നു, ഞാൻ പറഞ്ഞതൊക്കെ മറക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നത്, ഞാനും ഒരുപാട് ടാസ്കിനിടയിലൊക്കെ ഒരുപാട് ടാസ്കിൻ്റെ ഇടയിൽ അതിന് ഞാനും സോറി പറയുന്നതെന്ന് പറയുന്നത്. അപ്പം അനിമോള് കണ്ണെല്ലാം നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, അന്ന് ടാസ്കിൽ എൻ്റെ മൂക്കിലിടിച്ചപ്പോഴേ ഞാൻ കൂടുതൽ അത്രയൊക്കെ പറയാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ മൂക്ക് സർജറിക്ക് പറഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭയമായിപ്പോയി. അപ്പോൾ അക്ബർ കാരണം ഞാൻ പോകേണ്ടി വന്നാലോ എന്നോർത്ത് അന്ന് പേടിച്ച് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ പറയണത്, ഞാൻ അറിഞ്ഞില്ല മൂക്കിലിടിച്ച കാര്യമൊക്കെ, കാരണം ടാസ്കിനിടയിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ കൈ എങ്ങോട്ട് പോകണം എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ. നീയും പിന്നെ ലക്ഷ്മിയും കൂടെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ന് പറയാം. എന്നിട്ട് അനിമോളോട് പറഞ്ഞ, നീ ക്ഷമിക്കണം, അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മളങ്ങനെ ഒരാളെ ഇടിക്കുമോ മൂക്കിലെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം അക്ബർ പറയും, എനിക്ക് നിന്നോട് ഏറ്റവും വൈരാഗ്യമായി പോയത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊരു പബ്ലിക് നീ പറഞ്ഞില്ലേ അക്ബർ കുളിക്കത്തില്ല, പല്ല് തേക്കത്തില്ല, അടുത്ത് വന്നാൽ നാറ്റമാണെന്നൊക്കെ, അത് എത്രയോ കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്തൊരു വേദനയായിപ്പോന്നാ, അന്നാണ് നിന്നെ ഞാൻ വെറുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അനിമോള് കൈ പിടിച്ചിട്ട് ക്ഷമിക്കണമെന്ന് പറയുന്നത്. അപ്പം നെവിൻ അവിടെ ഇരുന്ന് കറക്റ്റാണത്, അങ്ങനൊന്നും ഒരിക്കലും പറയാൻ പാടില്ലെന്ന് നെവിൻ അതിന് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ നല്ല കൂട്ടായി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും